friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Epson എന്ന കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ലാർജ് പ്രിന്ററായ Epson L15150 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു ബ്രൗസറിൽ ആദ്യം നമുക്ക് Epson L15150 പ്രിൻ്റർ ഡ്രൈവർ ഡൗൺലോഡ് എന്നുള്ളത് സെർച്ച് ചെയ്യാം. അപ്പം നമുക്കറിയാം epson.co.in ആണ് ഇന്ത്യയുടെ വെബ്സൈറ്റ് കാണിക്കും. അത് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് OS സെലക്ട് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മൾ OS സെലക്ട് ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. നമ്മൾ അത് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്റ്റ് ആവും ഏതാണ് നമ്മൾ OS ഏതാണെന്നുള്ളത് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്യും. അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് റീഫ്രഷ് ആയിട്ട് ആ വെബ്സൈറ്റ് ഒന്നുകൂടി ഓപ്പണായി വരും. അവിടെ നമുക്കിപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാണ്. അത് ഇൻസ്റ്റാൾ ആയാൽ മാത്രമേ സ്കാനർ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ താഴെ ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ 2 ഓപ്ഷൻസ് ഉണ്ടാവും, 3 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പ്രിൻ്ററിൻ്റെ ഡ്രൈവറാണ്. അത് രണ്ടാമത്തതാണ് വരിക. സ്കാനർ ഡ്രൈവർ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രിൻ്റർ ഡ്രൈവർ ഡൗൺലോഡ് എന്നുള്ള റൈസിലുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പേജ് ഓപ്പണായി വരും. അവിടെ നമ്മൾ അക്സെപ്റ്റ് എന്ന് കൊടുക്കണം. ഒരു മിനിറ്റ്, ഇവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 വട്ടം ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് 2-3 ഫയൽ ഒരുമിച്ച് ഡൗൺലോഡിങ് പോയത്. അത് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇനി ഒന്ന് വെയിറ്റ് ചെയ്ത് ഡൗൺലോഡ് കഴിയോളം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഡൗൺലോഡ് കഴിഞ്ഞു. ഇനി നമുക്ക് റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരും. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ എസ് എന്ന് കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ആദ്യം അതാണ് ചോദിക്കുക. അവിടെ എസ് എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാക്ഷൻ നടക്കും. അത് സിപ്പ് ഫയലാണിത്. അപ്പോൾ അൺസിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ കുറച്ച് ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നതാണ്. ഈ പ്രോസസ്സിങ് അല്ല, കമ്പ്യൂട്ടർ കുറച്ച് സ്ലോ ആണ്, സോറി. അപ്പോൾ ഓക്കെ, ഇങ്ങനൊരു ബോക്സ് ഓപ്പണായി വരും. അവിടെ നമുക്ക് ഡിഫോൾട്ട് പ്രിൻ്റർ സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കാൻ ചെയ്യാം. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ എന്നുള്ള കൊടുക്കുക. അവിടെ എഗ്രി എന്നുള്ള അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം, അതായത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്തൊന്നും USB കേബിൾ പ്രിൻ്ററും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പാടില്ല. അതായത് പ്രിൻ്ററിലും കമ്പ്യൂട്ടറിലും USB കേബിൾ കണക്റ്റ് ആവാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണക്ടിവിറ്റി സോഴ്സിലൂടെ കണക്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ ലാസ്റ്റ് ചോദിക്കും, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേബിൾ റിമൂവ് ചെയ്ത് വെക്കുക. ഇൻസ്റ്റാളേഷൻ്റെ ലാസ്റ്റ് ചോദിക്കുന്നതാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രം കണക്ട് ചെയ്താൽ മതി. ഏകദേശം ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ, സിസ്റ്റം കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് കുറച്ച് സ്ലോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇവിടെ കണക്ഷൻ മെത്തേഡ് ചോദിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നെറ്റ്വർക്കാണോ USB ആണോ വേണ്ടതെന്നാണ് നിങ്ങൾക്ക്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് USB ആണ്. നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്കവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിൽ തന്നെ പറയും. അപ്പോൾ നമുക്കിപ്പോൾ USB ആണ്, USB സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ എന്ന് കൊടുത്തു. ഈ സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ കേബിൾ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഈ സമയത്താണ് നമ്മൾ USB കേബിൾ കമ്പ്യൂട്ടറിലും പ്രിൻ്ററിലും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ഭാഗം പ്രിൻ്ററിൻ്റെ USB കേബിളിൽ ഒരു ഭാഗം പ്രിൻ്ററിൻ്റെ ബാക്ക് സൈഡിലും പിന്നൊന്ന് കമ്പ്യൂട്ടറിലാണ് കണക്ട് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ. യെസ്, ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് താഴെ. ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ കുറച്ച് സ്ലോ ആണ്, ഈ ലാപ്ടോപ്പ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ഈ പ്രോബ്ലം. ക്ഷമിക്കണം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു
ലോഡിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു മെസ്സേജ് വരും ഓട്ടോമാറ്റിക് പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോസസ്സിങ് ചെയ്ത് റെഡിയാണെന്നാണ്. ഇനി നമുക്ക് സപ്പോസ് എന്ത് ചെയ്യുക, ജസ്റ്റ് കൺട്രോൾ പാനലിൽ പോയിട്ട് ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് പോയിട്ട് പ്രിൻ്റർ ടെസ്റ്റ് പാച്ച് ചെയ്ത് നോക്കാം, കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൺട്രോൾ പാനൽ ടൈപ്പ് ചെയ്ത് കൺട്രോൾ പാനൽ ഓപ്പൺ ആക്കി അവിടെ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ അതിൽ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നാണ് ഈ ഓപ്ഷനാണ്, ഡിവൈസ് മാനേജർ അല്ല, സോറി ഞാൻ ക്ലിക്ക് ചെയ്തത് മാറിപ്പോയി. കാരണം സിസ്റ്റം കുറച്ച് സ്ലോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത്. ഓക്കെ, ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ആക്കി ക്ലിക്ക് ചെയ്തു, അത് ഓപ്പൺ ആയി വരും, കുറച്ച് ടൈമിംഗ് ഉണ്ടാവും. അപ്പോൾ ഒന്നിങ്ങനെ ലോഡായി ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഫസ്റ്റ് ടൈം ഇത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലിസ്റ്റിൽ കാണിക്കുന്നില്ലെങ്കിൽ ആദ്യം കുറച്ച് റീഫ്രഷ് ചെയ്ത് നോക്കുക. കാരണം താഴെ കണ്ടില്ല അൺസ്പെസിഫൈഡ് ആയിട്ട് അവിടെ ഡിറ്റക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിട്ടില്ല. അപ്പോൾ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ആ ലിസ്റ്റിൽ നമ്മളത് കാണിക്കും. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെയും കൺട്രോൾ പാനലിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സിൽ പോയി നമുക്ക് നോക്കാം ഇവിടെ കാണിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം. യെസ്, കണ്ടില്ല, മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ഒരു വേറെയും പ്രിൻ്റർ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറേ ലിസ്റ്റുകളുണ്ട്. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ഇതൊക്കെ കാണിക്കുന്നു. അവിടെ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് താഴെ കാണുന്ന പ്രിൻ്റ് ടെസ്റ്റ് പേജ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രിൻ്ററിൽ പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, പ്രിൻ്റ് പുറത്തോട്ട് പേപ്പർ പ്രിൻ്റ് ചെയ്താണ്ട് പുറത്തോട്ട് വരുമ്പോൾ ഈ ഡോർ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും, പ്രിൻ്റ് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.